നിയുക്ത എംഎൽഎമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും VM സുധീരൻ PJ കുര്യൻ തുടങ്ങിയ നേതാക്കളുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളൊന്ന് കാണാം. എൻ്റെ അഭിപ്രായമൊക്കെ പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിലയിരുത്തലും കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ, അതുപോലെ എൻ്റെ ഒപ്പീനിയനെല്ലാം പാർട്ടിക്കും ജനങ്ങൾക്കും നന്മ വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ അങ്ങനെ ഒരു വളരെ ഓപ്പണായിട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് കൃത്യമായി എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞു. ഈ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞു, മത്സരിക്കേണ്ട എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇപ്പോൾ അപ്രസക്തമാണ്. ഇലക്ഷൻ കഴിഞ്ഞ് UDFന് നല്ല ഭൂരിപക്ഷം കിട്ടി. ഇനിയും ലീഡറിനെ തിരഞ്ഞെടുക്കുന്നതിന് കോൺഗ്രസിന് ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിന് നിരീക്ഷകർ വരികയും MLA-മാരുടെ അഭിപ്രായം എടുക്കുകയും, MLA-മാരാണല്ലോ ജനഹിതം പറയേണ്ടത്. നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ MLA-മാരുടെ അഭിപ്രായം എടുത്തിട്ട് സീനിയർ മറ്റു നേതാക്കളുടെ അഭിപ്രായം എടുക്കും. എന്നാൽ അത് എടുത്തിട്ട് ഒരു തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കുന്നത്. ഇല്ല, ഹൈക്കമാൻഡിന്റെ തീരുമാനം എപ്പോഴും മാറാം. ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ അതിന്റെ സാഹചര്യമനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡിനോട് ഒരു തീരുമാനത്തിനെ ഉറച്ചു നിൽക്കണമെന്ന് ആർക്ക് പറയാൻ കഴിയും? ഒരു പാർട്ടി എന്ന നിലയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോന്നിന്റെ പ്രാധാന്യം അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ഹൈക്കമാൻഡിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റുമോ? അത് ഹൈക്കമാൻഡിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഹൈക്കമാൻഡാണ് എല്ലാത്തിനും അന്തിമം. ജനവികാരം കണക്കിലെടുക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കമാൻഡ് ഇതെല്ലാം പരിശോധിച്ചായിരിക്കും തീരുമാനം എടുക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം, ഈ വിജയത്തിന്റെ ശില്പികൾ ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനി പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. ശ്രീത്ത്, കേരളത്തിന് ഗുണകരമായ അമിക്കബിളായ ഒരു തീരുമാനത്തിന് വേണ്ടിയാണോ നമ്മൾ കാത്തിരിക്കുന്നത്, അതോ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ഒരു മഹത്തായ ജനവിധി അവമതിക്കും മട്ടിലുള്ള ചേരിപ്പോരുകൾക്കും കലാപങ്ങൾക്കുമുള്ള തുടക്കം എന്ന മട്ടിലാണോ ഈ ദിവസങ്ങളെ കാണേണ്ടത്? ശ്രീജിത്ത്, ഹാഷ്മി, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത്. അത് കേവലം MLA-മാരുടെ പിന്തുണ അല്ലെങ്കിൽ അത് മാത്രമായിരിക്കില്ല. എന്നാൽ MLA-മാരുടെ പിന്തുണ ഒരു അടിസ്ഥാന ഘടകമായി അവിടെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ 3 നേതാക്കന്മാരിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ നയവും നിലപാടുകളും സംരക്ഷിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരാളെ ആയിരിക്കും ഹൈക്കമാൻഡ് നിശ്ചയിക്കുക. ഇതര സംസ്ഥാനങ്ങളിലെ പതിവ് നോക്കിയാൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഹൈക്കമാൻഡ് പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MLA-മാരുടെ പിന്തുണ എന്നത് ഒരു അടിസ്ഥാന പ്രമാണമായിരിക്കുമ്പോൾ തന്നെ മറ്റ് ഘടകങ്ങൾ കൂടി മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ വളരെ പ്രസക്തമായി വരും. ഹൈക്കമാൻഡ് കണക്കിലെടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പുറത്തോ നടക്കുന്ന ചർച്ചകളല്ല, മറിച്ച് പാർട്ടിക്കകത്ത് MLA-മാർ പ്രകടിപ്പിക്കുന്ന അഭിപ്രായം, ഒപ്പം തന്നെ മറ്റു നേതാക്കളുടെ അഭിപ്രായം, ഘടകകക്ഷിയുടെ അഭിപ്രായം, ഇതെല്ലാം കണക്കിലെടുത്തായിരിക്കും കോൺഗ്രസ് തീരുമാനമെടുക്കുക. അത് ഏത് നേതാവിന് അനുകൂലമാണെങ്കിലും അത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര തീരുമാനമായി തന്നെയായിരിക്കും പുറത്തു വരിക. കാരണം ജനഹിതം അറിഞ്ഞാണ് MLA-മാർ ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ MLA-മാർ അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ MLA-മാരുടെ പിന്തുണയാണ് പ്രധാനപ്പെട്ട ഘടകമെന്ന നിലയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ വിശദീകരിക്കുന്നത്. ശ്രീജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ചർച്ചകളോടെ പുരോഗമിക്കുകയാണ്. വൈകിയോ ചോദിച്ചാൽ വൈകിട്ടില്ല. ജനവിധി 3-ാം ദിവസമാണ്. 3-ാം ദിവസം അവരുടെ ഈ പറയുന്ന തിരുവഞ്ചൂർ പറഞ്ഞ ആ മെത്തേഡിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഫൈനൽ തീരുമാനം ഞായറാഴ്ച ഉണ്ടാവുമെന്ന് അറിയുന്നു. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.